നമസ്കാരം. ഒത്തുപിടിച്ചോ ഹൈലസ, ഏറ്റുപിടിച്ചോ ഹൈലസ, ഇങ്ങനെ പാടിക്കൊണ്ട് കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന വടംവലി നമുക്കെല്ലാവർക്കും അറിയാം. അത് മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഏറുകളാണ്, തട്ടുകളാണ്, കൊട്ടലുകളാണ്, മുട്ടലുകളാണ്. ഇത് പറയാതിരിക്കാൻ തരമില്ല. എവിടെ തിരിഞ്ഞാലും എനിക്ക് മുഖ്യമന്ത്രിയാകണം എന്ന് ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ചിലരുടെയൊക്കെ മോഹങ്ങളെല്ലാം എടുത്ത് ഭരണത്ത് വെച്ച് പുക കൊള്ളിച്ചോളൂ എന്നാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പറയാനുള്ളത്. രമേശ് ചെന്നിത്തല പറഞ്ഞത് വളരെ മാന്യമായ ഭാഷയിലായി പോയതുകൊണ്ട് തന്നെ പലർക്കും അത് വ്യക്തമാകണം എന്നില്ല. രമേശ് ചെന്നിത്തല പറഞ്ഞു, പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരാൾ പിന്നീട് മുഖ്യമന്ത്രിയാകണം എന്നൊരു കീഴ്വഴക്കം കോൺഗ്രസ്സിലില്ല. ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്ന് നമുക്കറിയാം. ഇതിപ്പോൾ പിണറായി വിജയനെ ഉദ്ദേശിച്ചല്ല, ഇ.പി. ജയരാജനെ ഉദ്ദേശിച്ചിട്ടല്ല, എം വി ഗോവിന്ദനെ ഉദ്ദേശിച്ചല്ല, അതുമല്ലെങ്കിൽ നമ്മുടെ പി ശശിയെ ഉദ്ദേശിച്ചുമല്ല. ഈ പറഞ്ഞത് രമേശ് ചെന്നിത്തലയുടെ വായിൽ നിന്ന് വീണ ഈ വാക്കുകൾ ആരെ ഉദ്ദേശിച്ചാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. അതാരെ ഉദ്ദേശിച്ചാണ്? വി ഡി സതീശനെ ഉദ്ദേശിച്ചിട്ടാണ്. അതുകൊണ്ട് വി ഡി സതീശൻ എടുത്ത് വച്ചിരിക്കുന്ന പരിപ്പ് ഈ അടുപ്പിൽ, ഈ കലത്തിൽ വേവില്ല എന്ന് വളരെ വ്യക്തമായി മാന്യമായ ഭാഷയിൽ രമേശ് ചെന്നിത്തല പറഞ്ഞു കഴിഞ്ഞു. എന്താ പറഞ്ഞത്? പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരാൾ തൊട്ടടുത്ത തവണ മുഖ്യമന്ത്രിയാകണമെന്നുള്ള ഒരു കീഴ്വഴക്കം ഇല്ല. കാര്യം ശരിയാണ്. രമേശ് ചെന്നിത്തല അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. 21 തെരഞ്ഞെടുപ്പിൽ അല്ലേ, അപ്പോൾ അതിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് രമേശ് ചെന്നിത്തലയെ ചവിട്ടി പുറത്താക്കി. അത് എന്നിട്ട് വെക്കാമ എന്നൊരു അക്ഷരം എതിർത്ത് പറഞ്ഞോ ഈ രമേശ് ചെന്നിത്തല? ഇല്ല. അതായത് രമേശ് ചെന്നിത്തല ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ പാർട്ടിക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരാളാണ്, പാർട്ടി പറയുന്നത് എന്തും ഞാൻ അനുസരിക്കും, പാർട്ടി മഹാരാഷ്ട്രയിൽ പോകാൻ പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ പോവും, ഇനി അതല്ല ഒറീസയിൽ പോകാൻ പറഞ്ഞാൽ ഒറീസയിൽ പോവും, ഇനി അല്ല മേഘാലയയിലോ സിക്കിമിലോ പോകാൻ പറഞ്ഞാൽ അവിടെയും പോവും. ഞാൻ പാർട്ടിക്ക് അതീതനല്ല, ഞാൻ പാർട്ടി പറയുന്നത് കേട്ട് പാർട്ടി എന്താണോ എന്നോട് ആവശ്യപ്പെടുന്നത് അത് ചെയ്യും. എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പുതിയ ഒരാളെ അവരോധിക്കുന്നു. അതാണ് വി ഡി സതീശൻ. വി ഡി സതീശൻ ഒറ്റയടിക്ക് 2 പേരെ ചവിട്ടിത്തെറിപ്പിക്കുന്നു. 1 രമേശ് ചെന്നിത്തല, 2 ഉമ്മൻചാണ്ടി. അപ്പോൾ ഇങ്ങനെ 2 പേരെ ചവിട്ടിത്തെറിപ്പിച്ചുകൊണ്ട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വി ഡി സതീശൻ കരുതുന്നത് ഇതാണ് ഫസ്റ്റ് റൗണ്ട്, അതായത് ക്വാളിഫിക്കേഷൻ റൗണ്ട്. അതാണ് രമേശ് ചെന്നിത്തല വ്യക്തമായി പറഞ്ഞത്. ഇത് ക്വാളിഫിക്കേഷൻ റൗണ്ടാണ്. ഈ ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ പാസ്സായി കഴിഞ്ഞാൽ, അതായത് ഇതിൽ ഞാൻ വലിയ സംഭവമാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ മുഖ്യമന്ത്രിയെ അവരോധം, അതായത് 1, 2, 3 എന്ന് പറയുന്ന പോലെ. ആദ്യത്തെ പടി ഈ പറയുന്ന പോലെ MLA സ്ഥാനം, 2ാം പടി പ്രതിപക്ഷ നേതൃസ്ഥാനം, 3ാമത്തെ പടി മുഖ്യമന്ത്രി സ്ഥാനം. അപ്പോൾ ഇങ്ങനെയാണ് എന്ന് വി ഡി സതീശൻ വല്ലാതെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നു. ആ തെറ്റിദ്ധാരണയ്ക്കുള്ള കൃത്യമായ മറുപടി തന്നെയാണ് രമേശ് ചെന്നിത്തല കൊടുത്തിരിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണം. പാർട്ടിയുടെ മുൻപിൽ ഇപ്പോഴുള്ളത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. ഇവിടെ നിലവിലത്തെ ഭരണകൂടത്തിനെതിരായി, നിലവിലത്തെ സർക്കാരിനെതിരായി വലിയ ജനവികാരം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ആ പൊട്ടിപ്പുറപ്പെട്ട ജനവികാരത്തെ തങ്ങൾക്കുള്ള വോട്ടാക്കി മാറ്റുക എന്നുള്ളതാണ് ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഓരോ കോൺഗ്രസ്സുകാരനും ചെയ്യേണ്ടത്. ശരിയാണ്. എവിടെ ഭരണവിരുദ്ധ വികാരമുണ്ടോ അവിടെയൊക്കെ എങ്ങനെയെങ്കിലും നൂണ്ടുകയറി ആകാവുന്നിടത്തോളം കുത്തിത്തിരിപ്പ് നടത്തി 10 വോട്ട് കൂടുതൽ പിടിക്കുക എന്നുള്ളതാണ് ഏതൊരു പ്രതിപക്ഷത്തിൻ്റെയും കർത്തവ്യം. എന്നിട്ട് മറ്റൊരടി അടിക്കുന്നത് കെ സുധാകരന് ഇട്ടിട്ട് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും. അതായത് 70% ഇവിടെ പഞ്ചായത്തുകളിൽ UDF വിജയം നേടിയതിൻ്റെ പിന്നിൽ താൻ തന്നെ ആയിരുന്നു എന്ന് ഊട്ടി ഉറപ്പിച്ച് അടിവരയിട്ട് പറയുന്നതാണ് അടുത്ത വാചകം. എന്താണ് പറഞ്ഞത്? രമേശ് ചെന്നിത്തല KPCC അധ്യക്ഷനായിരിക്കുന്ന കാലഘട്ടത്തിലാണ് 70%ഓളം വിജയം UDF ഇവിടെ നേടിയെടുത്തത് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. എങ്ങനെയുണ്ട്? അതായത് 2 ക്രെഡിറ്റ് കൊണ്ടുപോയി. അതായത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വിജയമുണ്ടാക്കിയ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയുടെ പരമോന്നത നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു. ഈ 2 അടി കെ സുധാകരനിട്ടും കൊടുക്കുന്നു. അപ്പോൾ ഇതോടുകൂടി അവരുടെ കാര്യത്തിൽ തീരുമാനമായി. രമേശ് ചെന്നിത്തല പറയേണ്ടതെല്ലാം പറയുകയും ചെയ്തു, കൊള്ളേണ്ടടുത്ത് തന്നെ കൊള്ളിക്കുകയും ചെയ്തു.
എന്നിട്ട് പറയാണ് മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ച് ചർച്ചയൊന്നും ഇതുവരെ നടന്നിട്ടില്ല. എന്തിനാണ്? ആരുമായിട്ടിരുന്ന് ചർച്ച ചെയ്യാനാണ് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ. കോൺഗ്രസ് പാർട്ടിയിൽ ഈ പറയുന്ന നേതാക്കളെ എല്ലാവരുടെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു ചർച്ച കോൺഗ്രസിൽ സാധ്യമല്ല. അത് യാഥാർത്ഥ്യമാണ്. ഒരു കാരണവശാൽ കെ മുരളീധരനെയോ വി ഡി സതീശനെയോ രമേശ് ചെന്നിത്തലയോ കെ സുധാകരനെയോ ഇനി പറയുന്ന ശശി തരൂരിനെയോ ഈ 4-5 പേരടങ്ങുന്ന പ്രമുഖ രാഷ്ട്രീയ കെ സി വേണുഗോപാലിനെ വിട്ടുകളഞ്ഞില്ല, കെ സി വേണുഗോപാൽ, ഇത്രയും പേരെയും കൂടെ ഒരുമിച്ചിരുത്തി, അല്ലെങ്കിൽ ഇവരൊക്കെ MLA-മാരായി വന്നു കഴിഞ്ഞാൽ ഇവരെ എല്ലാവരുടെയും ഒരുമിച്ചിരുത്തി ചർച്ച ചെയ്ത് ഇതിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. എവിടെയാണ് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത്? ആരാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്? ആരുടെ പേര് നിർദ്ദേശിക്കും? സിമ്പിളായിട്ട് പറഞ്ഞ രമേശ് ചെന്നിത്തലയുടെ പേര് പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ പറയും. വി ഡി സതീശൻ്റെ പേര് പറയും. കെ സുധാകരൻ്റെ പേര് പറയും. ഈ പറയുന്ന കെ സി വേണുഗോപാലിൻ്റെയും ശശി തരൂരിൻ്റെ പേരും പറയും. അല്ലാതെ ഇവരെല്ലാവരോടും ചേർന്നുകൊണ്ട് ഒരാളുടെ പേര് പറയില്ല. ഇനി സിംപിളി പറഞ്ഞാൽ ഓരോ വർഷവും ഓരോ മുഖ്യമന്ത്രിമാരെന്നുള്ള നിലയിൽ ഇരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. എന്നിട്ട് രമേശ് ചെന്നിത്തല തന്നെ പറയുന്നു, ഈ ചർച്ച എവിടെ നിന്ന് തുടങ്ങി എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടി വരും. അതായത് മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ എവിടെ തുടങ്ങി, അല്ലെ അങ്ങനെ ഒരു വാർത്ത എവിടെ നിന്ന് ഉത്ഭവിച്ചു, ആ ഉദ്ഭവ സ്ഥാനം കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത ഒരു ടാസ്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ചർച്ചകൾ ഉണ്ടെന്നേ, അതൊരു പക്ഷേ രമേശ് ചെന്നിത്തല അറിയാഞ്ഞിട്ടായിരിക്കും. ഇങ്ങനെ ചർച്ചകൾ പലതും നടക്കുന്നുണ്ട്. പലരും സ്വന്തം കാര്യത്തിന് വേണ്ടി സ്വയമേവ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പലരും സ്വന്തം നിലയ്ക്ക് പ്രവർത്തകരെ കൂടെ കൂട്ടിക്കൊണ്ട് നടക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമല്ലേ സത്യത്തിൽ രമേശ് ചെന്നിത്തല? ഇവിടെ നമുക്കറിയാം, ഇവിടെ ശിവഗിരി തീർത്ഥാടനം നടന്ന സമയത്ത് തീർത്ഥാടന വേദിയിലുണ്ടായിരുന്നു രമേശ് ചെന്നിത്തല. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. അവിടെ ഇദ്ദേഹത്തിൻ്റെ മന്നം ജയന്തി ആഘോഷവേളയിൽ അവിടെ ഉണ്ടായിരുന്നു രമേശ് ചെന്നിത്തല. സമസ്തയുടെ വേദിയിലുണ്ടായിരുന്നു ചെന്നിത്തല. അപ്പോൾ എല്ലാ സാമുദായിക നേതാക്കന്മാരുമായും സാമുദായിക പരിപാടികളിലും പൊതുപരിപാടികളിലുമൊക്കെ രമേശ് ചെന്നിത്തല സജീവമായി തന്നെ പങ്കെടുക്കുന്നു. അത് രമേശ് ചെന്നിത്തല കഴിഞ്ഞ 11 വർഷമായി NSSൻ്റെ ആസ്ഥാനത്ത് കയറിയിട്ടില്ല രമേശ് ചെന്നിത്തല. പിന്നെ എന്തിന് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ പടലപ്പിണക്കങ്ങളും അല്ലെങ്കിൽ പിണക്കങ്ങളും മാറ്റിവെച്ചുകൊണ്ട് എന്തിന് മന്നത്തേക്ക് അദ്ദേഹം വണ്ടി കയറി, പെരുന്നയിലേക്ക് വണ്ടി കയറി? എന്തിന് വണ്ടി കയറി? അവിടെ ചെന്ന് ചെയ്യുന്നതുകൊണ്ട് സുകുമാരൻ നായരെ കൊണ്ട് നല്ല 4 വാക്ക് പറയിച്ചു. സുകുമാരൻ നായർ പറഞ്ഞ മകനാണ് എന്ന് പറഞ്ഞു, പുത്രനാണ് എന്ന് പറഞ്ഞു NSSൻ്റെ. ഇവിടെ SNDP യോഗത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ, വി ഡി സതീശനെ കൊള്ളില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു രമേശ് ചെന്നിത്തലയ്ക്ക് നല്ല അനുഭവ പരിജ്ഞാനമുണ്ട്, അദ്ദേഹത്തിൻ്റെ മതേതര ദർശനങ്ങളിലുമായി മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട്, അദ്ദേഹം സന്ദർശിച്ച നിരവധി ആരാധനാലയങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം വിവരിച്ചിരുന്നു സമ്മേളനത്തിൽ. അപ്പോൾ സാദിഖ് അലി തങ്ങളെയും അല്ലെന്നുണ്ടെങ്കിൽ സാദിഖ് അലി തങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് എന്തായാലും ലീഗ് പോകത്തില്ല, അത് വേറൊരു കാര്യം. അവരെ കയ്യിലെടുത്തു. അപ്പോൾ അതായത് ലീഗും കൂടി രമേശ് ചെന്നിത്തലയെ സപ്പോർട്ട് ചെയ്യുന്നു. സമസ്തയുടെ വേദിയിൽ പോയി സമസ്തയും ചെന്നിത്തലയ്ക്ക് ഒപ്പം നിൽക്കുന്നു. അപ്പം ഈ പറയുന്നത് പോലെ എല്ലാവരും അവരവരുടെ നിലയ്ക്ക് തങ്ങളുടെ പിന്നിൽ ആളെ കൂട്ടാനുള്ള നെട്ടോട്ടത്തിലാണ്. വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിനെയും അടക്കമുള്ള യുവ നേതാക്കളെ എടുത്ത് പോക്കറ്റിൽ വെച്ചിരിക്കുകയാണ്. കെ സുധാകരൻ കുറച്ച് പേരെ എടുത്ത് പോക്കറ്റിൽ വെച്ചിരിക്കുന്നു. ഈ കേരളത്തിലെ രാഷ്ട്രീയ ഭേദമന്യുള്ള യുവാക്കൾ ശശി തരൂരിൻ്റെ പിന്നാലെ ഓടുന്നു. കെ സി വേണുഗോപാലിൻ്റെ പിറകിന് കുറച്ചധികം ആൾക്കാരുണ്ട്, എന്തൊക്കെയോ ഹൈക്കമാൻഡിൽ നിന്ന് സാധിച്ചെടുക്കാമെന്നുള്ള വിശ്വാസത്തിൽ, അല്ലേ? അപ്പം ഇങ്ങനെയൊക്കെ എല്ലാവരും അവരവരുടെ നിലയ്ക്ക് സ്വന്തം പിന്നിൽ ആളെ കൂട്ടാനുള്ള നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതിനെക്കുറിച്ച് പറയും, നിങ്ങൾ ഈ പറയുന്ന സാമുദായിക സംഘടനകളുമായും സമുദായ നേതാക്കന്മാരുമായിട്ടും കൂടിക്കാഴ്ച നടത്തുന്നില്ലേ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിനുള്ള മറുപടി അദ്ദേഹം പറഞ്ഞതെന്താണ്? അതിന് രമേശ് ചെന്നിത്തല പറഞ്ഞത് സമുദായങ്ങളുമായുള്ള തൻ്റെ ബന്ധത്തിന് ഇന്നോ ഇന്നലെയോ ഉള്ള പഴക്കമല്ല, വർഷങ്ങളായി കാലങ്ങളായി എല്ലാ സമുദായ നേതാക്കന്മാരുമായും ഒരുമിച്ച് മുന്നോട്ട് പോവുകയും അവരുമായി സഹകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് താൻ എന്നുള്ള വിവരവും കൂടി പറഞ്ഞു. അതായത് ഒരു സമുദായ നേതാക്കന്മാരെയും പിണക്കാതെ എല്ലാ സമുദായ നേതാക്കന്മാരുമായും എല്ലാ സമുദായവുമായും ഒത്തൊരുമിച്ച് വളരെ എളിമയോടുകൂടി പോകുന്ന ഒരു പ്രവർത്തകനാണ്, കോൺഗ്രസ് പ്രവർത്തകനാണ് താനെന്ന് പറയുന്നു. ഇവിടെ ഉണ്ടായിരിക്കുന്ന LDFനെതിരായി ഉണ്ടായിരിക്കുന്ന ഭരണവിരുദ്ധ വികാരത്തെ വോട്ടാക്കി മാറ്റുക, പിണറായി വിജയനെ താഴെയിറക്കുക, പകരം തനിക്ക് കയറിയിരിക്കുക, പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരാൾ, ഈ ഒരു പ്രസ്താവന വരുന്നതോടുകൂടി ജനങ്ങൾക്കിടയിൽ ഒരു ചർച്ചയുണ്ടാവും. ശരിയാണ്,
അധികാരമില്ല, അതായത് യാതൊരു യോഗ്യതയും ഇല്ലാതെയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വി ഡി സതീശൻ വന്നതെന്ന്. കാര്യം എന്തുകൊണ്ട് യോഗ്യനായ ഒരു വ്യക്തിയായിരുന്നു പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കാൻ രമേശ് ചെന്നിത്തല എന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് സ്വയമേവ ഒരു ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ടാണ് പറയുന്നത് തനിക്കായിരുന്നു ആ ചാൻസ് കിട്ടേണ്ടിയിരുന്നത്, പക്ഷേ ആ സമയത്ത് ചില തീരുമാനങ്ങൾ മാറി വന്നു, അതിൽ തനിക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. ആ എതിർപ്പുണ്ടായിരുന്നില്ല എന്ന് പറയുന്നിടത്ത് എതിർപ്പുണ്ട്. അതാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന പുതിയൊരു തിരനാടകം. അത് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. പ്രീണിപ്പിക്കേണ്ടവരെയും കാണേണ്ടവരെയും വണങ്ങേണ്ടവരെയും കുമ്പിട്ട് നിൽക്കേണ്ടവരുടെയും മുന്നിൽ പോയി നിന്നുകൊണ്ട് കൃത്യമായി അതൊക്കെ വേണ്ടും വിധത്തിൽ ചെയ്തു കൊടുക്കുക തന്നെയാണ് രമേശ് ചെന്നിത്തല ചെയ്യുന്നത്. എന്തായിരുന്നാലും വി ഡി സതീശനെതിരായി ഈ നാട്ടിലെ എല്ലാ സമുദായ അംഗങ്ങളും തിരിയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. സമുദായ നേതാക്കന്മാരല്ല എന്ന് ആലോചിച്ച് നോക്കുക. കാര്യം സുകുമാരൻ നായർ പറയുന്നിടത്ത് നിൽക്കുന്ന അല്ലല്ലോ NSSൻ്റെ ശീലം. സുകുമാരൻ നായർ ഒരു വഴിക്ക് പോകും, സമുദായ അംഗങ്ങൾ വേറൊരു വഴിക്ക് പോകും. ഇവിടെ SNDPയെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നടേശൻ ഒരു വഴിക്ക് പോകുന്നു, ബാക്കിയുള്ളവർ വേറൊരു വഴിക്ക് പോകുന്നു, അതിലെ സമുദായ അംഗങ്ങൾ. കാര്യം ഇവർക്ക് ആർക്കും ഈ പറയുന്ന നേതൃത്വത്തിന് കെടുകാര്യസ്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സമുദായത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഇത്തരം നേതാക്കളോട് പൊതുവെ പുച്ഛവും അറപ്പും വെറുപ്പുമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നിടത്തല്ല, പക്ഷേ സമുദായത്തിലുള്ള ബാക്കിയുള്ള അംഗങ്ങൾ തീരുമാനിക്കുന്നിടത്തായിരിക്കും വിജയം ഉണ്ടാകുക. ലീഗ് പറയുന്നിടത്ത് മാത്രം, പാണക്കാട് ശിവാഗത്തങ്ങൾ പറയുന്നിടത്ത് മാത്രമായിരിക്കും ലീഗിൻ്റെ ഒരു വോട്ട് വരിക. അപ്പോൾ എല്ലാം കൊണ്ടും സത്യത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് സത്യത്തിൽ കോൺഗ്രസ് പാർട്ടി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വി ഡി സതീശനോട് പറയാനുള്ളത്, വി ഡി സതീശൻ എന്തെങ്കിലും മോഹമായി ഉണങ്ങാനിട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് ഭരണത്ത് വെച്ച് പുക കൊള്ളിച്ചുകൊള്ളൂ എന്ന് മാത്രം.